എത്തിച്ചു. എന്തായാലും അരിക്കൊമ്പൻ വാർത്തയിലേക്ക് ഒന്ന് പോകണം. അശ്വതി, അരിക്കൊമ്പനെ പറമ്പിക്കുളത്തെ വനമേഖലയിൽ നിന്ന് മാറ്റുന്നതിനെതിരെ മുതലമുട പഞ്ചായത്ത് പരിധിയിൽ സർവകക്ഷി സംഘം ആഹ്വാനം ചെയ്ത് ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഈ പറമ്പിക്കുളം മേഖലയിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊപ്പം നിയമപരമായ സാധ്യതയും ജനകീയ സമിതി തേടുന്നുണ്ട് എന്നുള്ളതാണ്. സമിതി ഉത്തരവിനെതിരെ നെന്മാറ MLA കെ ബാബുവും പറമ്പിക്കുളത്തെ ഊരുമൂപ്പന്മാരും കൂടി നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക. പ്രസാദ് ഉടുമ്പശ്ശേരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അതിനിടെ അരിക്കൊമ്പന്റെ ആക്രമണത്തിന്റെ വാർത്തയും കൂടിയുണ്ട്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, പറമ്പിക്കുളത്തെ ഹർത്താലിന്റെ സ്ഥിതി എന്താണ്? സർവകക്ഷി സംഘത്തിന്റെ ഹർത്താൽ അത് പൂർണ്ണമാണെന്ന് കരുതാം അല്ലേ? രഞ്ജിത്ത്, ഹർത്താൽ ആരംഭിച്ചതേയുള്ളൂ. എന്തായാലും വലിയ പിന്തുണ മുതലമട പഞ്ചായത്തിൽ ഈ ഹർത്താലിനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നിൽക്കുന്നത് ഇപ്പം മുതലമട പഞ്ചായത്തിലെ കാമ്പ്രത്ത് ചള്ള എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. മറ്റ് കടകളെല്ലാം പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. സാധാരണ ഈ സമയത്ത് ഈ കടകളെല്ലാം തന്നെ തുറക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പിന്തുണ ഈ ഹർത്താലിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും സർവകക്ഷിയിലെ ആളുകളുമെല്ലാം ഇവിടെ ചേരുന്നുണ്ട്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് തന്നെ തരാം. ഇപ്പം ഈ ഹർത്താലിനോടുള്ള ഒരു പിന്തുണ വലിയ തോതിൽ തന്നെ കിട്ടുന്നുണ്ടോ? എന്താണ്? കിട്ടുന്നുണ്ട്. സർവകക്ഷി യോഗ തീരുമാനമാണ്. പക്ഷേ ജനങ്ങൾ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ കടകളൊക്കെ അടയ്ക്കാൻ അവർ തന്നെ മുൻനിർത്തിക്കൊണ്ട് വരേണ്ട. അതുപോലെ ആട്ടോക്കാർ സഹോദരന്മാരെല്ലാവരും ഞങ്ങൾ പറഞ്ഞില്ല, അവർ തന്നെ വാഹനങ്ങളൊക്കെ നിർത്തി ഈ ആനയെ കൊണ്ടുവരണ്ട എന്ന് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഈ മുതലമുട പഞ്ചായത്ത് ഒരുമിച്ച് കൊണ്ട് നിൽക്കുകയാണ്. ഒരു ജനങ്ങൾ പോലും വിട്ടു നിൽക്കാതെ എല്ലാവരും നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി സഹകരിച്ച് നിൽക്കുകയാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ ഇന്ന് കോടതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ഭരണസമിതി തീരുമാനിച്ച് ഐക്യകണ്ഠന തീരുമാനമായി നമ്മൾ കോടതിയെ എല്ലാം നമ്മളെ കോളനികൾ വിസിറ്റ് ചെയ്തതിൽ എല്ലാ കോളനി ആദിവാസികളും പറമ്പിക്കുളത്തിൽ ശക്തമായ ഭീതിയും പേടിയുമായി ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ തന്ന നിർദ്ദേശങ്ങൾ അവർ കോളനികളിൽ ഊർക്കൂട്ടങ്ങൾ കൂടിയിട്ടും വനാവകാശ നിയമപ്രകാരം ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഈ ആനയെ വിടണ്ട പ്രസിഡന്റ് എന്ന്. എനിക്കും പഞ്ചായത്തിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഭരണസമിതി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐക്യകണ്ഠനം തീരുമാനിച്ച് ഞങ്ങൾ ഇന്ന് കോടതി പോകാൻ തീരുമാനിച്ചു. MLA ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനൊരു കക്ഷി ചേരുകയാണോ ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ വേറെ പ്രത്യേകമായിട്ടുള്ള ഹർജി? ഇല്ല, ഞങ്ങൾ മുതലമട പഞ്ചായത്ത് തനിച്ചേ കോടതി പോകാൻ നിൽക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ കക്ഷി ചേർന്നിട്ടില്ല. നമ്മുടെ പഞ്ചായത്തിലെയാണല്ലോ ഈ ആനയെ കൊണ്ടുവന്ന് ഇറക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ നമ്മുടെ പഞ്ചായത്ത് തന്നെ പോവുകയാണ്. ഇപ്പൊ നമ്മളോട് വൈസ് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത അരിക്കൊമ്പൻ ഇന്നും ഇടുക്കിയിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളെല്ലാം വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ പറയുന്നതാണ് ഈ ഒരു കാരണവശാലും വരരുത് എന്നുള്ളത്. അതെല്ലാം ന്യായീകരിക്കുന്ന തരത്തിലുള്ള വാർത്ത വിവരങ്ങളാണോ മുന്നിൽ വരുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ ഇതിപ്പോൾ താഴത്താണ്. നമ്മൾ പറമ്പുംകുളം ഊരുകളെല്ലാം പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാം സന്ദർശിക്കുകയും ഈ കോടതിയെ വിദഗ്ധ സമിതി തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ബോർഡ് കൂടി ഈ പറഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇന്ന് കോടതിയിലേക്ക് പഞ്ചായത്ത് ഇവിടെയാണ് കൊണ്ടുവന്ന് ഈ അരിക്കൊമ്പനെ ഇറക്കുന്നതെന്നുള്ള നിലയിൽ നമ്മൾ നേരിട്ട് തന്നെ പഞ്ചായത്തിൽ പോവുകയും അതോടൊപ്പം പഞ്ചായത്ത് കോടതിയിൽ പോവുകയും അതോടൊപ്പം MLA നടത്തുന്ന എല്ലാ പഞ്ചായത്തുകളെയും ഉൾക്കൊള്ളിക്കുന്നതിലും പങ്കാളികളായിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ ആന ഇവിടെ വരാതിരിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ താഴത്തെ പ്രദേശങ്ങൾ മുഴുവൻ ഇന്നും അറിയാത്തത് മുതലമട പഞ്ചായത്തിൽ 65-70% ഫോറസ്റ്റ് ഭൂമിയാണ്. അവിടെ 4000-ഓളം ജനം വസിക്കുന്നതോടൊപ്പം ബാക്കി വരുന്ന 35,000-ഓളം ജനങ്ങൾ താമസിക്കുന്നത് ഈ കുറഞ്ഞ 35-40% പ്രദേശമാണ്. ഇത് മുഴുവൻ ഫോറസ്റ്റ് ബൗണ്ടറിയാണ്, മലകളുടെ ബൗണ്ടറിയാണ്. ഇവിടെ നിത്യം ഇന്നലത്തെ ഒരു വാർത്ത പറയാം. ഇന്നലെ പകൽ മിനിഞ്ഞാന്ന് പുലി കണ്ടു. ഇന്നലെ പകൽ 12:30 മണിക്ക് ചെമ്മണാമ്പതി ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ വാർഡിലാണ് പുലി വന്ന് പട്ടാപ്പകൽ ആടിനെ ആക്രമിച്ചു ഭക്ഷിച്ചു. ആ നിലയിലാണ്. എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിക്കുക? ഈ മലയോര പ്രദേശത്ത് മുഴുവൻ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന മുതലമടയുടെ കൃഷി മുഴുവൻ ഈ മലയോര പ്രദേശത്താണ്. ഒരു കർഷകനും ഇനി അവിടേക്ക് പോകേണ്ടി വരില്ല ഈ ഒരു അവസ്ഥയിൽ. ഇത് ഈ സന്ദർഭത്തിലാണ് ഈ ആനയെ പറയുമ്പോൾ പോലും ഈ വനം വകുപ്പ് ആനയെ കൊണ്ടുവരാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വാഴച്ചാലിൽ റോഡ് ഗതാഗതം എല്ലാം ശരിയാക്കുന്നത് ആയിട്ടുള്ള നടപടികൾ വന്നിരുന്നു. അത്തരം നടപടികൾ ഇവിടെ ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു സമീപനം? എന്തായിരിക്കും? ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഇന്ന് തന്നെ 2 ദിവസം കൊണ്ട് തന്നെ തീരുമാനം ബഹുമാനിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ
ജീവനുള്ളിടത്തോളം കാലം ഞങ്ങളിവിടെ മരിക്കേണ്ടി വന്ന് ഇന്ന് മരിക്കുകയാണ് നല്ലത് എന്നുള്ള നിലയ്ക്കാണ്. ആദിവാസികളെല്ലാം വളരെ ദുരിതത്തിലാണ്. ആകെ ഒരു ഏക ആശ്രയം പറയുന്നത് അവിടെ ഫോറസ്റ്റിലുള്ള വാച്ചറും കാടും പണി കൊണ്ടും ആ വനവിഭവങ്ങൾ ശേഖരിച്ചുമാണ്. അവരും വല്ലാത്ത അവസ്ഥ ദുരിതത്തിലാണ്. താഴത്ത് ഞങ്ങൾ മുതലമട പഞ്ചായത്തിൻ്റെ മാപ്പ് പരിശോധിച്ചാൽ അറിയാം. ആ മാപ്പ് പ്രകാരം ഞാൻ ഈ പറഞ്ഞതുപോലെ 60% ഫോറസ്റ്റാണ്, ബൗണ്ടറിയാണ്. ഞങ്ങളുടെ കൃഷികളെല്ലാം തെങ്ങുകൾ മുഴുവൻ, വാഴ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന ഇവിടെയാണ്. വിദഗ്ധ സമിതി പറഞ്ഞ ഒരു ഭാഗം ഒന്ന് പറയാനുണ്ട്. ഈ മുമ്പ് ഈ കല്ലൂർ കൊമ്പനെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രതിഷേധം നടന്നിരുന്നില്ലേ? അത് എങ്ങനെയായിരുന്നു ഒന്ന് ഓർമ്മിപ്പിക്കാമോ? അത് എങ്ങനെയാണ്? കല്ലൂർ കൊമ്പനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടാവുകയും ഇതോടനുബന്ധിച്ച് സർവരും ഒറ്റക്കെട്ടായി ഇതുപോലെ തന്നെ മുതലമട അന്ന് എല്ലാവരും സർവ്വമായി പിന്തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇന്ന് സർവകക്ഷി സഹകരിക്കണം എന്ന് പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തു. ആഹ്വാനം വാട്സപ്പിലൂടെയും മാത്രമാണ് ആഹ്വാനം ചെയ്തത്. എല്ലാ കടകമ്പോളങ്ങളും ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. പിന്നെ ബസ് റൂട്ടായതുകൊണ്ട്, മെയിൻ റൂട്ടായതുകൊണ്ട് മാത്രം ഞങ്ങൾ ആവശ്യമില്ലാതെ ഒരാളെയും തടയാനോ മറ്റു പ്രവൃത്തികളോ ഇവിടുത്തെ കർഷകരോ പഞ്ചായത്ത് മെമ്പർമാരോ സർവകക്ഷിയിലെ നേതാക്കന്മാരോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ആശങ്ക ഒന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മന്ത്രി ശശിധരൻ സാറ് ഇന്നലെ പറഞ്ഞത് സർക്കാർ അപ്പീല് റിവ്യൂ കൊടുക്കില്ല എന്ന് പറയുന്നത്, അത് മുതലമടയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ അപ്പീല് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം അപ്പീല് ഇതേ ജഡ്ജാണ് കേൾക്കുന്നത്, റിവ്യൂ പെറ്റീഷൻ കേൾക്കുന്നത്. അതിനുശേഷം സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും. അപ്പോൾ സർക്കാരിൻ്റെ വനം വകുപ്പിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. അതിനുള്ള നടപടി ബഹുമാനപ്പെട്ട ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും, MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, പ്രത്യേകിച്ച് മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർമാർ, അതുപോലെ മറ്റു പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായി ഇത് മുന്നോട്ട് പോകുമ്പോൾ മന്ത്രി ഇന്നലെ സർക്കാർ റിവ്യൂ ഫയൽ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയായി തോന്നുന്നു. സർക്കാർ ഇത് പരിഗണിക്കണം എന്നുള്ളതാണ്. അതായത് സർക്കാർ തന്നെ അപ്പീൽ പോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം, ആളുകളെല്ലാം തന്നെ സ്വയം മുന്നോട്ട് വന്നത് ഈ ഹർത്താലിന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ മുതലമട പഞ്ചായത്തിൽ മാത്രമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരം ഉണ്ടാകും എന്നത് ഇവർ വ്യക്തമാക്കുന്നു. മുതലമട പഞ്ചായത്ത് സർവകക്ഷിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ സമരം. ഇതോടൊപ്പം തന്നെ MLAയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സമരമായിരിക്കും ഈ മേഖലയിൽ ഉണ്ടാകുക.